ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റിൽ പ്രോൺസ് വൈറ്റ് സോസ് പാസ്തയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പ്രോൺസ് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 300 ഗ്രാം പ്രോൺസ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം ഈ പാനിൽ ഞാൻ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചെമ്മീൻ ഇതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഒരു ഭാഗമായിട്ടുണ്ട്, ഇതൊന്ന് നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവനും തിരിച്ചിട്ടതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ ഇതിലേക്ക് ഓണിയനും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഓണിയനും ക്യാപ്സിക്കും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചിക്കാക്കി കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ പാസ്ത തിളച്ച വെള്ളത്തിലിട്ട് 1 ടീസ്പൂണ് ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ച് ഊറ്റിയെടുത്തതാണ്. ഞാനിവിടെ വലിയൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വലിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 അല്ലി ഗാർലിക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലാക്സ് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മൈദ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആദ്യം കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം കട്ടയില്ലാതെ കലക്കിയെടുക്കണം. നന്നായി കലക്കിയതിന് ശേഷം ബാക്കി പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ടോട്ടൽ 1 കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പാസ്ത എന്ന് പറയുന്നത് കുറച്ച് നീളത്തിലുള്ളതാണ്, എനിക്കത് അത്ര വലിയ ഇഷ്ടമില്ല. ഇത് ശരിക്കും മാക്രോണിയാണ്. ഞാനിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചെമ്മീൻ ഫ്രൈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചെമ്മീനും മസാലയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ സ്ലൈസ് ചീസ് ആണെങ്കിൽ 2 സ്ലൈസ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൊസറല്ല ചീസാണ് ചേർക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പൊക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതലായി തന്നെ മൊസറല്ല ചീസ് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല, ഈ ചീസൊക്കെ മെൽറ്റായി നല്ല ടേസ്റ്റി ആയി തോന്നില്ലേ. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ അമർത്താനും ഒന്നും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുകയുള്ളൂ. Thank you for watching. Thank you.